ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജെബ്രോണിക്സിന്റെ ട്രാൻസ്ഫോമർ എം എന്ന മോഡലിൽ വരുന്ന ഗെയിമിംഗ് മൗസിന്റെ അൺബോക്സിംഗ് ആൻഡ് റിവ്യൂ പ്ലസ് മൈ എക്സ്പീരിയൻസ് ആണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. ഇത് ഒരു മാസത്തോളം ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പം ഇതിന്റെ എക്സ്പീരിയൻസ് ആണ് നിങ്ങൾക്ക് ഞാൻ ഈ വീഡിയോയിൽ പങ്കുവെക്കുന്നതായിരിക്കും. കൂടുതൽ കുറെ പഠിക്കുന്നില്ല, ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ പാക്കറ്റ് എന്ന് പറയുന്നത്. കണ്ടോടെ നമുക്ക് ജെബ്രോണിക് ട്രാൻസ്ഫോമർ എം എന്ന മോഡലിൽ വരുന്ന പ്രീമിയം ഗെയിമിംഗ് മൗസ് ആണ്. ഒരു അടിപൊളി മൗസാണ്, വലിയ മൗസ് കേട്ടോ, നമ്മുടെ കയ്യിലൊക്കെ ഒതുങ്ങുന്നത്. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ ജെബ്രോണിക്സ് എന്ന ബ്രാൻഡിങ്ങിൻ്റെ ബാക്കിൽ ഇതിൻ്റെ ഫീച്ചേഴ്സ് നോക്കാം. ഏകദേശം നമുക്ക് അപ് ടു 3200 DPI വരെ കിട്ടും, സ്പീഡ് DPI വരെ കിട്ടും. മൾട്ടി കളർ LED ആണ്, RGB ലൈറ്റിംഗ് ആണ്. അതേപോലെ 1.8 മീറ്റർ വരുന്ന ബ്രൈഡഡ് കേബിൾസ് ആണ് ഈ ഒരു മൗസിൽ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഗോൾഡ് പ്ലേറ്റഡ് USB ആണ്. 6 ബട്ടൺസ് വരുന്നുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഹൈ റെസൊല്യൂഷൻ സെൻസറാണ്. 4 ലെവൽ DPI ഉണ്ട്. മൗസിൻ്റെ മുകളിൽ ഒരു ബട്ടൺ ഉണ്ടാവും, ഗെയിമിംഗ് മൗസ് ഒന്നുമല്ല. അപ്പോൾ ആ ബട്ടൺ നിൽക്കി കഴിഞ്ഞാൽ നമുക്ക് കേസറിൻ്റെ സ്പീഡ് കൂടും. അതാണ് അപ് ടു 3200 DPI എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെയൊക്കെ ഫീച്ചേഴ്സ്. അപ്പം പെട്ടിൻ്റെ ഉള്ളിൽ ഞാൻ മൗസ് ഓൾറെഡി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം പെട്ടിൻ്റെ ഉള്ളിൽ വരുന്നത് സാധാരണ പോലെയല്ല, ഇതിൻ്റെ ഉള്ളിൽ മാനുവൽ വരുന്നില്ല. പകരം ഇതേപോലത്തെ ഒരു QR കോഡാണ് വരുന്നത്. ഇത് സ്കാൻ ചെയ്ത് നിങ്ങൾക്ക് മാനുവൽ കിട്ടും. വെറൈറ്റി. അപ്പം ഞാൻ ജസ്റ്റ് മൗസ് കാണിച്ചു തരാം. ഇതാണ് പെട്ടി എന്ന് പറയുന്നത്. കണ്ടോ, RGB ലൈറ്റിംഗ് ഒക്കെ ആണ്. ഇതാണ് നമ്മുടെ മൗസ്. കണ്ടോ, ഇതാണ് നമ്മുടെ മൗസ്. കണ്ടോ, വലിയ മൗസാണ്. എനിക്ക് ചെറിയ മൗസ് ഇഷ്ടമല്ല, ഇത് വലിയ മൗസാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ 400 രൂപക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്കൊരു വലിയ മൗസ് കിട്ടുന്നുണ്ട്. ഒരു അടിപൊളി ഗെയിമിംഗ് മൗസ് ആട്ടത്. ഇതിൻ്റെ ബാക്ക് എന്നാണ്, ഇതെന്ത് വയേർഡ് മൗസാണ്. ബാക്ക് കണ്ടോ, അടിയിൽ ചെറിയ മെറ്റലൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല പ്രീമിയം ലുക്കും ഉണ്ട്. കണ്ടോ, നല്ല ബിൽഡ് ക്വാളിറ്റി എന്നാലും നല്ല ചീപ്പായിട്ട് നമുക്ക് തോന്നുന്നില്ല. നല്ല ബിൽഡ് ക്വാളിറ്റി എന്നാണ് ഇത് വരുന്നത്. നല്ല ബട്ടൺസ് കണ്ടോ, 6 ബട്ടൺ ഉണ്ട്. 1, 2, 3. ഇതാണ് നമ്മുടെ DPI സ്വിച്ച് ലെവലിൻ്റെ 4. സൈഡിലും ഉണ്ട് 5, 6. കണ്ട സൈഡിൽ ഫോക്കസ് കണ്ടോ, ഇവിടെയും 2 ബട്ടൺ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഗെയിമിങ്ങിന് നമ്മുടെ സ്പെസിഫിക് ആപ്പ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ബട്ടൺ വെച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ 6 ബട്ടൺസാണ് ഈ ഒരു മൗസിൽ വരുന്നത്. ഒരു അടിപൊളി ഗെയിമിംഗ് മൗസാണ്. ഞാൻ പ്രത്യേകം പറയാൻ കാരണം, ഞാൻ അതേപോലെ കമ്പ്യൂട്ടറിൽ ഗെയിം കയറ്റി നോക്കിയിരുന്നു. എന്നിട്ട് ഫസ്റ്റ് ലെവലിൽ ഒരു ബട്ടൺ ലൈറ്റ് കത്തും, എന്നിട്ട് യൂസ് ചെയ്യും സാധാരണ ഒരു മൗസ് കേസർ പോലെ. പക്ഷേ രണ്ടാമത്തെ ലെവൽ, മൂന്നാമത്തെ ലെവലിലേക്ക് പോകുമ്പോൾ ജസ്റ്റ് ഒന്ന് അനക്കിയാൽ മതി, മൗസ് കേസർ അങ്ങനെ ഒരു സ്പീഡിൽ പോകും. അത്രയും നല്ല സെൻസിറ്റിവിറ്റി കൂടുതലാണ്. ഒരു അടിപൊളി മൗസാണ്. ഞാൻ ഇതിൻ്റെ ലെവൽ, DPIൻ്റെ ലെവൽ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് ജസ്റ്റ് ഞാൻ ഇതിൻ്റെ DPI പരിപാടി കാണിച്ചു തരാം. അപ്പോൾ ജസ്റ്റ് ലാപ്പ് അവിടെ വെച്ചിട്ടുണ്ട്. ഇപ്പം കണ്ടോ, ഇതാണ് ഇതിൻ്റെ USB കേബിൾ എന്ന് പറയുന്നത്. ജസ്റ്റ് ഫോക്കസ് കണ്ടോ, ഇത് ഗോൾഡ് പ്ലേറ്റഡ് കേബിളാണ്. ജസ്റ്റ് ഞാൻ ലാപ്പിൽ കണക്ട് ചെയ്യാം. ലാപ്പിൽ കണക്ട് ആയിട്ടുണ്ട്. ഫോക്കസ്. നമ്മുടെ മൗസ് വേണ്ടത് നോർമൽ കേസറൊക്കെ വെക്കുകയാണെങ്കിൽ നോർമൽ മൗസിൻ്റെ സ്പീഡായിരിക്കും ഫസ്റ്റ് തന്നെ ഡീഫോൾട്ടായിട്ട് വരുന്നത്. ഇനി ഇതാ ഈ ഒരു മൗസിൻ്റെ മുകളിൽ ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്. കണ്ടത് RGB ആണ്. പല ലൈറ്റും കത്ത് കണ്ടില്ലേ, ഇതായിരിക്കും ഇതിൻ്റെ RGB എഫക്റ്റ് എന്ന് പറയുന്നത്, ലൈറ്റിംഗ് എന്ന് പറയുന്നത്. അടിപൊളിയാണ്. കണ്ടോ, നല്ല വലിയൊരു മൗസുമാണ്. ഇനി ഇതിൻ്റെ മുകളിൽ ഇവിടെ ആയിട്ട് നിങ്ങൾക്കൊരു ബട്ടൺ കാണാൻ കഴിയും. ഫോക്കസ്. ഇവിടെ ഒരു ബട്ടൺ. ഈ ബട്ടൺ ഒരു ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ കണ്ടോ, 2 വട്ടം ബ്ലിങ്ക് ആകും. അപ്പോൾ നമ്മുടെ കേസറിൻ്റെ സ്പീഡ് കണ്ടു. ഞാൻ മൗസ് കാണിച്ചു തരാം. കണ്ടോ, വല്ല തീക്കിനോളും കൂടുതൽ സ്പീഡായി. ഇനി ഒന്നും കൂടി ഈ ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ 1, 2, 3 വട്ടം 3rd ലെവലിലെത്തി. അപ്പോൾ നിൽക്കുമ്പോൾ ഉണ്ടോ, നല്ല സ്പീഡായി ഇതേ. ഒന്നും കൂടി ഞെക്കി കഴിഞ്ഞാൽ ലെവൽ 4ലേക്ക് എത്തും. ടോട്ടൽ 4 ലെവലുണ്ട്. 4 വട്ടം ലൈറ്റ് ബ്ലിങ്കായി. ഇനി കേസർ നിൽക്കുമ്പോൾ നോക്കിക്കുക, കണ്ടോ എന്ത് സ്പീഡിലാണ് ഇങ്ങനെ. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു 4th ലെവലും 3rd ലെവലും യൂസ് ഉണ്ടാവില്ല. കാരണം നിങ്ങൾ ഗെയിം കളിക്കുമ്പോഴേക്കും ഇത് മെയിൻ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അടിപൊളിയാണ് ഗെയിം കളിക്കാൻ. ഞാൻ ഗെയിം കളിച്ച് നോക്കിയതാണ്. അപ്പോൾ ഞാൻ 3rd ലെവലിലും 4th ലെവലിലും ഇട്ടിട്ടാണ് ഈ ഷൂട്ടർ ഗെയിംസ് ഒക്കെ കളിക്കേണ്ടത്. നല്ല സെൻസിറ്റിവിറ്റി ഇല്ലേ. ഒന്നും കൂടി ഈ ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ ഇനിയും ഫസ്റ്റ് ലെവലിലേക്ക് പോകും. അപ്പോൾ നമ്മുടെ നോർമൽ ഒരു കമ്പ്യൂട്ടർ മൗസിൻ്റെ ഒരു സ്പീഡിലേക്കായി മാറും. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ 4 ലെവലിൽ ഈ ഒരു മൗസ് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പം 3200 DPI വരുന്ന 4 ലെവൽ കൺട്രോൾ ഉള്ളൊരു ഗെയിമിംഗ് മൗസാണിത്. RGB ആണ്. കണ്ടോ, ഇവിടെ എക്സ്ട്രാ സെപ്പറേറ്റ് ബട്ടൺ വരുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ബട്ടൺസ് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമുക്ക് PK അങ്ങനെ വേണമെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിന് ആക്കാൻ പറ്റും. ഒരു അടിപൊളി കിടിലൻ വയേർഡ് പ്രീമിയം ഗെയിമിംഗ് മൗസാണ് ഈ ജെബ്രോണിക്സിൻ്റെ ട്രാൻസ്ഫോമർ M എന്ന മോഡൽ വരുന്ന ഈ ഒരു ഗെയിമിംഗ് മൗസ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ജെബ്രോണിക്സിൻ്റെ ട്രാൻസ്ഫോമർ M എന്ന മോഡലിൽ വരുന്ന ഗെയിമിംഗ് മൗസിൻ്റെ ഫീച്ചേഴ്സ്, സ്പെസിഫിക്കേഷൻസ് എന്നൊക്കെ പറയുന്നത്. എൻ്റെ എക്സ്പീരിയൻസും പറഞ്ഞാൽ അടിപൊളി സാധനമാണ്. ഞാൻ ഒരു മാസത്തോളം യൂസ് ചെയ്തിട്ടുണ്ട്. അടിപൊളി സാധനമാണ്. ഗെയിം കളിക്കാനാണെങ്കിലും നോർമൽ യൂസിനാണെങ്കിലും കിടുന്ന സാധനമാണ്. പ്രൈസിന് വർത്തായിട്ടുള്ളൊരു ഗെയിമിംഗ് മൗസാണ്. അപ്പം ഈ ഒരു മൗസ് നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം.
അപ്പം ഇത്രയുള്ളത് വീഡിയോ. അപ്പം ഇതുപോലൊരു അടിപൊളി വാല്യൂ ഫോർ മണി പ്രൊഡക്റ്റ് എന്ന് വാങ്ങിയപ്പം ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി. അപ്പം കൂടുതൽ ആൾക്കാർക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത്ര കിടിലം അടിപൊളി ഗെയിമിംഗ് മൗസ് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും. കണ്ടോ എന്തൊക്കെയാണ് ഇതിൻ്റെ എഡ്ജ് എന്ന് പറയുന്നത്, കണ്ടോ ഗോൾഡ് പ്ലേറ്റഡ് ആണ്. അപ്പോൾ ഇത്രയുള്ളത് വീഡിയോ. അപ്പം അടുത്തൊരു അടിപൊളി ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണുന്നതായിരിക്കും. ബൈ. സബ് ചെയ്യാൻ മറക്കല്ലേ.